ശ്രീ വി.ആർ. രാജശേഖരൻ, ഇവിടെ ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീവ്രവാദ പ്രവർത്തനത്തെയും ഭീകരവാദ പ്രവർത്തനത്തെയും ഒക്കെ അനുകൂലിക്കുന്ന ചില രാഷ്ട്രീയ നിലപാടുകളാണ്. അതായത് പ്രീണന സ്വഭാവത്തിൻ്റെ പേരിൽ ഇവർക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാനുള്ള ധൈര്യം കാണിക്കാത്ത മുന്നണികൾ ഇന്ന് കേരളത്തിലുണ്ട്, കേരളം ഭരിക്കുന്നവരിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ സാഹചര്യം. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്തരം കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് എത്തിച്ചേരേണ്ടി വരുന്നത്. ഇവിടെ PFI നിരോധന സമയത്ത് ED നടത്തിയ പല റെയ്ഡുകളിലും NIA നടത്തിയ റെയ്ഡിൽ പോലും അതിനു മുൻപ് വിവരം ചോർന്ന ചരിത്രമുണ്ട്. അതുകൊണ്ട് പിന്നീട് NIAക്ക് കേരള സംസ്ഥാന പോലീസ് വിഭാഗത്തെ അറിയിക്കാതെ വളരെ പെട്ടെന്ന് വന്ന് റെയ്ഡ് നടത്തേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും അപകടകരമായ സാഹചര്യം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഈ രാഷ്ട്രീയ പ്രീണനം അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഇവരെയൊക്കെ അനുകൂലിക്കുന്ന ഒരു നിലപാട് ഇത് തന്നെയല്ലേ കേരളത്തിൽ ഇത്രയധികം ഈ ഭീകരപ്രവർത്തനം വളരാനുള്ള സാഹചര്യത്തിനിടയാക്കിയത്? മേഡം, അത് രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല, പോലീസ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ബാധ്യതയുള്ള, നീതിന്യായ വ്യവസ്ഥ നടപ്പാക്കാൻ ബാധ്യതയുള്ള പോലീസ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. 2006 ഓഗസ്റ്റ് മാസം 14 ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ അവിടെ ഈ നമ്മുടെ ഹൈവേ പെട്രോളിലെ ഒരു സബ് ഇൻസ്പെക്ടർ, അദ്ദേഹത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഒരു ലോഡ്ജിൽ റെയ്ഡ് ചെയ്ത് അവിടെ നിന്ന് 14ഓളം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. 15 മിനിറ്റ് തികഞ്ഞില്ല, അതിനുള്ളില് അന്നത്തെ എറണാകുളം റൂറൽ SP ശ്രീ അബ്ദുൾ വഹാബ് IPS, അദ്ദേഹത്തിന്റെ മെസ്സേജ് വന്നു, അവരെ ആരും തന്നെ ചോദ്യം ചെയ്യരുത്, ഞാൻ വന്നതിന് ശേഷം ചോദ്യം ചെയ്തുകൊണ്ടാം. അവരിൽ നിന്ന് പിടിച്ചെടുത്തത് രാജ്യദ്രോഹപരമായ ലഘുലേഖകളും മറ്റ് നിരവധി രേഖകളും ആ പോലീസ് പിടിച്ചെടുത്തു എങ്കിൽ ആ സബ് ഇൻസ്പെക്ടർക്ക് അതിശക്തമായ താക്കീത് കൊടുക്കുകയാണ് ശ്രീ അബ്ദുൾ വഹാബ് IPS ചെയ്തത്. രണ്ടാമത് അദ്ദേഹം ചെയ്തെന്താണ്, ഏതാണ്ട് 11:30 മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി 1 മണിയായപ്പോഴത്തേക്ക് അവര് ഇതെല്ലാം പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കിയെങ്കിൽ 8:30 മണിക്കാണ്, അന്ന് രാത്രി 8:30 മണിക്കാണ് അബ്ദുൾ വഹാബ് IPS അവിടെ ഇൻസ്പെക്ഷന് വേണ്ടി വരുന്നത്. അദ്ദേഹം വന്ന് ഇവരെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മക്കളെ, എന്തായിരുന്നു അവിടെ പരിപാടി? അത് ഞങ്ങള് നാളെ ഓഗസ്റ്റ് 15 ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ചിട്ടവട്ടങ്ങൾ ഒരുക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അത് രേഖപ്പെടുത്തിയിട്ട് അവരെ എല്ലാം അവിടെ നിന്ന് പറഞ്ഞയച്ചു. ഈരാറ്റുപേട്ട സ്വദേശികളുണ്ടായിരുന്നു, പാലക്കാട് സ്വദേശികളുണ്ടായിരുന്നു, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരായിരുന്നു. ഇവരെ 3 മാസം തികഞ്ഞില്ല, അതില് ഈരാറ്റുപേട്ട സ്വദേശികളായ ഇരട്ട സഹോദരങ്ങളായ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറും മെക്കാനിക്കൽ എഞ്ചിനീയറും ആയിട്ടുള്ള ഷാദിലിയെയും ശിവലിയെയും മധ്യപ്രദേശിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ 40 കിലോഗ്രാം RDX AK-47 റൈഫിളുകള്, അതിന്റെ തിരകള് ഇതുമായിട്ട് പിടിച്ച് ഇന്നും അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. അവര് ജയിലിനുള്ളിലാണ്. നാം ആലോചിച്ചോട്ടെ. പിന്നീട് ഇങ്ങോട്ട് ഓരോ സംഭവങ്ങൾ പറയാം. നാദാപുരം സംഭവം, മിഠായി തെരുവ് സ്ഫോടനം, വാഗമൺ ദുരന്തം, എന്തിനേറെ ശബരിമലയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിലെ കുമ്മണ്ണൂരിനടുത്ത് നെല്ലിക്കാപ്പാറയിൽ അവരുടെ ഇസ്ലാമിക ഭീകരന്മാരുടെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളും പരീക്ഷണ കേന്ദ്രങ്ങളുമായിരുന്നു. കാശ്മീരിനേക്കാൾ ഭയങ്കര സുരക്ഷിതത്വം, അവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന കേന്ദ്രമായിരുന്നു കേരളം. ഇതൊന്നും തന്നെ, ഇതിന് പച്ച വെളിച്ചം പോലീസ് ഉണ്ടായിരുന്നു. പോലീസിനുള്ളിൽ അവരുടെ സ്ലീപ്പർ സെല്ലുകൾ എല്ലായിടത്തും പ്രവർത്തിക്കുന്നു. ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ച്, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലടക്കം സ്വാധീനം ഉറപ്പിച്ചു. അന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹിന്ദു സംഘടനകൾ പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടി അവർ പകൽ സമയത്ത് DYFI, രാത്രി ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു. നിരവധി പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ആയുധ പരിശീലനം അടക്കം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കേരള പോലീസ് അനങ്ങാൻ പാറ നയം സ്വീകരിച്ചു. അപ്പൊ ഇവിടെ ഇടത് വലത് മുന്നണികൾ മാത്രമല്ല, പോലീസും ഭരണവർഗവും ഒക്കെ തന്നെയും ഇവർക്ക് മതിയായ പ്രോത്സാഹനം കൊടുക്കുന്ന ഭാരതത്തിലെ ഏക സംസ്ഥാനം അത് കേരളമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇത്രത്തോളം തഴച്ചു കൊഴുത്തു വളർന്നത്. ഏതെല്ലാം തരത്തിലുള്ള സ്ഫോടനാത്മകമായ അവസ്ഥാവിശേഷം സൃഷ്ടിക്കാൻ അവർ തയ്യാറായി.
നമുക്കറിയാം ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബില്ല് വന്ന സമയത്ത് വ്യാജ പ്രചരണങ്ങള് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളടക്കം നാം ആലോചിച്ച് നോക്കണം എന്തെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര്, UDF നേതാക്കന്മാര്, അതാ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കം അല്ലെ മുസ്ലിം സമൂഹത്തിലെ നല്ലവരായ നിരവധി ആളുകളുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ അവരാരും തന്നെ ഈ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനോ ഇതിനെ എതിർക്കാനോ അവരാരും തയ്യാറല്ല. അവരുടെ ഈ ദീപ്തമായ മൗനം ഇത് വളരെയധികം ദൂരവ്യാപകമായ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഇവിടെ വരുന്ന നിരവധിയായ, നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം, ഇവിടേക്ക് വരുന്ന കള്ള സ്വർണം, 19 വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ അടിവസ്ത്രം അത് തനി തങ്കത്തിൽ തീർത്തതാണ്. നാം ആലോചിച്ച് നോക്കണം. ആരും ഒരു അക്ഷരം ഉരിയണമല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് അടക്കം വേദനിക്കും. അങ്ങനെ ആരെങ്കിലും കാണിക്കുന്നതിനനുസരിച്ച് ഒരു സമൂഹത്തെ അങ്ങനെ കുറ്റപ്പെടുത്താനാവില്ല. എല്ലാവരും ചാടി വീഴുകയാണ്, ഇടത് വലത് മുന്നണികളോ ഒന്നാകെ. നാം ആലോചിച്ച് നോക്കണം ഇത് എവിടേക്കാണ് പോകുന്നത്. ഇവിടെ വരുന്ന മയക്കുമരുന്ന് ഒരു ഷിപ്മെന്റ് അല്ലേ പിടിച്ചുള്ളൂ, 26,000 കോടി രൂപ. അതിന്റെ യഥാർത്ഥ കോസ്റ്റ്, അതിന്റെ യഥാർത്ഥ ചെലവ് മാത്രം വരുന്നത് വിറ്റഴിച്ചാൽ എത്ര കോടി? കേരള തീരത്തല്ലേ ഒരു ഷിപ്മെന്റ് അല്ലേ പിടിച്ചുള്ളൂ. അതിന്റെ ബാക്കി എവിടെയായിരുന്നു? ഇവിടേക്ക് വന്ന കണ്ടെയ്നർ കണക്കിന് കള്ളപ്പണം നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് അച്യുതാനന്ദന്റെ മേശപ്പുറത്ത് വന്നല്ലോ. ആ ഫയലിൽ എല്ലാ അന്വേഷണ റിപ്പോർട്ടും സുതാര്യമായി വളരെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് വന്നു. അഴിമതിക്കെതിരായി നിൽക്കുന്ന സഖാവ് അച്യുതാനന്ദൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അപ്പൊ ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കി അനുഭവിച്ചു തുടങ്ങിയത് 2006 മുതൽ. നാം ഇങ്ങോട്ട് എത്ര കൊലപാതകങ്ങൾ അതിനിഷ്ഠൂരമായിട്ട്. രഞ്ജിത്ത് ശ്രീനിവാസൻ എങ്ങനെയാണ് കൊന്നത്? പുലർച്ചെ പ്രഭാതം പൊട്ടുവിടരുമ്പോൾ ഭാര്യയുടെയും കുട്ടികളുടെയും വൃദ്ധ മാതാപിതാക്കളുടെയും മുമ്പിൽ വെച്ച് ഓരോരോ അവയവങ്ങൾ വെട്ടി 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 നുറുക്കി ഇല്ലായ്മ ചെയ്യുകയാണ്. അതിനുശേഷം അതിന്റെ വാർഷികം ആഘോഷിച്ചത് എങ്ങനെയായിരുന്നു? അതിന്റെ വാർഷികം ആഘോഷിച്ചത് വാര്യംകുന്നനെ സ്മരിച്ചുകൊണ്ട് 1921 മാപ്പിള കലാപത്തിന്റെ 100ാമത് വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബത്തിന്റെ തിരുസന്നിധിയിൽ നിന്നായിരുന്നു അവരുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ അതേപോലെ SDPI ഒക്കെ അവരുടെ ആഘോഷം നടത്താനായിട്ട് അങ്ങ് ചുമലിൽ കയറ്റി ഇരുത്തിക്കൊണ്ട് കേവലം 12 വയസ്സുള്ള ഒരു ബാലനെ കൊണ്ട് വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? അരിയും മലരും കരുതിക്കോ, പിന്നെ പറഞ്ഞു കുന്തിരിക്കോ കരുതിക്കോ. മറ്റൊരു മുദ്രാവാക്യം വിളിച്ചില്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാര് അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്കങ്ങ് കത്തിക്കും. മറ്റൊരു ആരോപണം എന്തായിരുന്നു? രാമായണം വായിക്കാൻ അനുവദിക്കില്ല. അപ്പൊ ഇത്തരത്തില് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഇതിനെതിരെ എന്ത് നടപടിയെടുത്തു നമ്മുടെ സർക്കാരുകള്? ഒരു നടപടിയും എടുക്കാൻ അവർക്ക് കഴിയില്ല. പിന്നീട് നടന്ന കൊലപാതകങ്ങൾ നോക്കിയേ, വിശാൽ കൊലക്കേസ്, അതേപോലെ തന്നെ നാഗൻകുളങ്ങരയിലെ നന്ദുവിന്റെ കൊലപാതകം, പാലക്കാട്ടെ ശ്രീനിവാസന്റെ കൊലപാതകം, എന്തിന് SFI നേതാവായിരുന്ന അഭിമന്യുവിന്റെ കൊലപാതകം, ഇതെല്ലാം അതിനിഷ്ഠൂരമായിട്ട് ചെയ്തിട്ട് അവരുടെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്ന അന്വേഷണം പോലും അനുവദിക്കാൻ, അവരാവശ്യപ്പെടുന്ന പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ പോലും തയ്യാറാവാതെ നീതി നിഷേധിച്ച് കൊലപാതകികളെ, അക്രമികളെ, ഭീകരന്മാരെ, തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ചുമതലയാണ്, സംരക്ഷിക്കുന്ന ശൈലിയാണ് ഇവിടുത്തെ ഇടതു വലതു മുന്നണികളും അവരുടെ സർക്കാരുകളും എക്കാലവും ചെയ്തിട്ടുള്ളത്. ഒരു ഇടതുപക്ഷക്കാരനും ഒരു വലതുപക്ഷക്കാരനും തള്ളി പറഞ്ഞിട്ടില്ല. അതേസമയം ചെങ്ങന്നൂരിനടുത്ത് ചെറിയനാട് ഗ്രാമപഞ്ചായത്ത്, വളരെ വരിക്കോലി വാസുദേവൻ എന്ന് പറയുന്ന സഖാവ് അവിടുത്തെ ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. സകല വ്യവഹാരരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഒരു പഞ്ചായത്ത്. അവിടെയാണ് കേരളത്തിൽ ആദ്യമായി പറഞ്ഞു, ഇസ്ലാമിക ഭീകരന്മാർ, ഇസ്ലാമിക തീവ്രവാദികള് മാർക്സിസ്റ്റ് പാർട്ടിയെ കടന്നാക്രമിച്ച് കൈയടക്കിയിരിക്കുന്നു, ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. നിരവധി ലോക്കൽ കമ്മിറ്റികളും
ബ്രാഞ്ച് കമ്മിറ്റികളും ഒന്നടങ്കം രാജിവെച്ചു. മാന്നാർ മേഖലയില് ഇതൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും മറച്ചു വെക്കുകയാണ്. ഇന്ന് ആർക്കും ഒന്നും ചെയ്യാൻ മേലാത്ത മാതിരി, ഇവിടുന്ന് മുമ്പ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് മാതിരി എന്താ സംഭവിക്കുന്നത്? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്ന് കൂട്ടിക്കെട്ടി കൊണ്ടുപോകുന്ന സമയത്ത് മാത്രമാണ് അതിനെപ്പോലും എതിർക്കാൻ, അതെ, അപ്പോൾ പോലും ഇതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ തയ്യാറാകുന്നില്ല കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ എന്നുള്ളത് തന്നെയാണ്.